ഹലോ ഫ്രണ്ട്സ്, സ്റ്റാർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്പെഷ്യൽ ആയിട്ടാണ് വെക്കാൻ പോകുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് സ്പെഷ്യൽ പോയിന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടോ? പക്ഷെ സ്പെഷ്യല് പോയിട്ടില്ല. നമ്മൾ ഉപ്പുമാവ് സാധാരണ രീതിയിൽ റവയിലാണ് വെക്കുന്നത്. നമ്മൾ റവയുടെ കൂടെ ഇന്ന് സേമിയ കൂടി ആഡ് ചെയ്തിട്ടാണ്, നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഉപ്പുമാവ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിക്കും ഇതെല്ലാം കൂടി പായസമാക്കി നശിപ്പിച്ച് കളയാനുള്ള പരിപാടിയാണ്. പക്ഷെ നശിപ്പിച്ച് കളയാനല്ലേ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വീണ്ടും സപ്പോർട്ട് ഞാൻ ചെയ്യാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് ഓരോ വീഡിയോ ഇടാനായിട്ടുള്ള പ്രോത്സാഹനം കിട്ടുന്നുള്ളൂ. അപ്പോ നമ്മള് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ആരും തന്നെ മറക്കരുത്. അപ്പൊ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ടിഷ്യൂ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സവാള തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് എടുക്കുക. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം നമ്മുടെ ഇഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, പിന്നെ കുറച്ച് ബീൻസ്. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. അത് നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ക്യാരറ്റ് എടുത്ത് നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ പരമാവധി ചെറിയ പീസുകളായിട്ട് തന്നെ ഇത് അരിഞ്ഞെടുക്കുക. കാരണം എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളതല്ല ഈ പച്ചക്കറികൾ ഇഷ്ടമുള്ളവർ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞോളൂ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ഉപ്പുമാവിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. നമ്മൾ എത്രയും ചെറുതാക്കുന്നു അത്രയും നമുക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ സവാള എടുത്തിട്ട് സ്ലൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ഇഞ്ചിയുണ്ട്, അതുകൂടെ നമുക്ക് അരിഞ്ഞ് ചെറിയ പീസുകളാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ബീൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബീൻസ് നന്നായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളെല്ലാം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അരിയാൻ പറയുന്നതിൻ്റെ അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അടുത്തതായിട്ട് നമ്മൾ പച്ചമുളകാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മുടെ പച്ചമുളക്, വേപ്പില ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ കഴിക്കുന്ന കറികളിൽ നിന്ന് നമ്മൾ പെറുക്കി മാറ്റി വെച്ചിട്ടാണ് നമ്മൾ കഴിക്കാറ്. അങ്ങനെ മാറ്റി വയ്ക്കാതിരിക്കാനായിട്ട് ഞാൻ ചെറുതാക്കി അരിയണത്. അപ്പോൾ മാറ്റി വയ്ക്കാൻ നിങ്ങൾക്ക് കണ്ണിൽ പോലും കാണില്ല. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡാൽഡയാണ് ആവശ്യം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ തീയെല്ലാം കത്തിച്ചിട്ട് നമ്മുടെ ചട്ടിയിൽ നമ്മൾ ഈ ഡാൽഡ ഒഴിച്ചു കൊടുക്കുകയാണ്. ഡാൽഡ നന്നായിട്ട് നമ്മുടെ ചട്ടിയിൽ അരിഞ്ഞ ശേഷം അതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി കുറച്ച് ഉഴുന്ന് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ പച്ചക്കറികളെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡാൽഡ, അതുപോലെ കടുക് പൊട്ടിച്ചത്, അതുപോലെ നമ്മുടെ പച്ചക്കറി, ഇതെല്ലാം നമുക്ക് എല്ലാം മിക്സാക്കി ഒന്നാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഉപ്പാണ്. അപ്പോൾ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളച്ച ശേഷം നമുക്ക് ഇതിലേക്ക് കാണുമ്പോൾ ഇപ്പോൾ കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കളറ് കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കളറിൻ്റെ കാര്യത്തിൽ ഇനി വേറൊന്നും പറയാനില്ല, അടാറ് ലുക്കായി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ സേമിയയാണ്. ഈ സേമിയ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. അതാണ് നമ്മുടെ ഇതിൻ്റെ സ്പെഷ്യല്. സേമിയ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കടകളിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റ് ആണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ സേമിയ പുറത്ത് വരുന്നതല്ല. പറയാൻ കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് നൈസായിട്ട് പണി കിട്ടി. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള നമ്മുടെ ഉപ്പുമാവിൻ്റെ ഏറ്റവും വലിയ ചങ്ക്, നമ്മുടെ റവ. അപ്പോൾ നമ്മുടെ റവ നമ്മളെടുത്തിട്ട് നമ്മുടെ ഈ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നമ്മളിതിൽ ഇട്ട് കൊടുക്കുകയാണ്.
ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇപ്പോഴാണ് ശരിക്കും അവർക്ക് മുഖത്ത് ഒരു സന്തോഷം വന്നത്, ഒരു ചിരി വന്നത്. അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇത് കാണുമ്പോൾ നിങ്ങളുടെ മുഖത്തും ചിരി ഉണരണം, അതുപോലെ എൻ്റെ മുഖത്തും ചിരി ഉണരണം. അതിനായിട്ട് നമ്മുടെ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഉപ്പുമാവ് ശരിക്കുള്ള ഉപ്പുമാവുള്ളൂ, അല്ലെങ്കിൽ അത് ഉപ്പും ചാക്കാവും. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവിൽ നിന്നും ഒരു ആവി പറന്നു പോണത് കാണുന്നുണ്ടോ? ആ ആവിയിലൂടെ ഒരു പ്രത്യേക തരം ഒരു സ്മെല്ല് കൂടിയുണ്ട്. ആ മണം കിട്ടിയാലറിയാം നമ്മുടെ ഉപ്പുമാവിൻ്റെ രുചി എന്താണ്. സൂപ്പറാണെന്ന് അറിയാനായിട്ട് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ടതില്ല, വാരി വലിച്ച് കഴിക്കാം, അത്രയും ടേസ്റ്റാണിത്. ഞാൻ വെറുതെ പറയണതല്ല, ഇത് സൂപ്പറാണ്. നമ്മുടെ റവയും അതുപോലെ തന്നെ നമ്മുടെ സേമിയയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഉപ്പുമാവ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ്. ഞാൻ മുന്നും കഴിച്ചിട്ടുണ്ട്, അതിൻ്റെ വെളിച്ചത്തിലും പറയാണ്, നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇതിന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഈ വീഡിയോ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഷുവറായിട്ടും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുന്നതിനൊപ്പം എല്ലാവരും ട്രൈ ചെയ്തോളൂ. അത്രയും ടേസ്റ്റിയാണ്, ഞാൻ വെറുതെ പറയണതല്ല, വീണ്ടും പറയുന്നു, നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ഉപ്പുമാവ്. ഇതിൽ നമ്മുടെ ഓൾഡ് ടേസ്റ്റും നമ്മുടെ ന്യൂ ജെൻ ടേസ്റ്റും കൂടി ഒരുമിച്ചിട്ടാണ് വരുന്നത്. ന്യൂ ജെൻ ടേസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഉപ്പുമാവിൻ്റെ. അതുകൊണ്ട് തന്നെ ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്തൊന്നും പോകണ്ട, വീഡിയോ മുഴുവനായിട്ടും കാണാൻ നിങ്ങളിത് ഇഷ്ടപ്പെടും. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉപ്പുമാവിന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിനെ കുറിച്ച് ഇറങ്ങട്ടാ, വെയിറ്റ്. നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല, കാരണം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ ഉപ്പുമാവ് എന്ന് പറയുന്നത്. നമ്മുടെ റവ അതുപോലെ തന്നെ നമ്മുടെ സേമിയ, ഇതിന്റെ എല്ലാം ടേസ്റ്റ് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ടതാണ്. ഇത് അത്രയും ബെറ്റർ ആയിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പഴയ ഉപ്പുമാവിനേക്കാൾ വിട്ടിട്ട് ഒരു ന്യൂ ജെൻ മിക്സിംഗ് ഉപ്പുമാവായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അപ്പൊ ട്രൈ ചെയ്യാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒരു ലൈക്ക് കൂടെ തരാം. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.